സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ രേഖകൾ ഇല്ലാത്ത 11,700 പേർക്കും ഒരുവിധ ചിലവും കൂടാതെ രേഖകൾ പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി സാമൂഹിക ക്ഷേമം മുൻനിർത്തിയാണ് LDF സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും വീടുകളുടെ താക്കോൽ കൈമാറലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവിധ സാമൂഹിക മുന്നേറ്റ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുകയാണ് സർക്കാർ. ഇങ്ങനെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധത്തോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് കേരളം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടികളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാമൂഹ്യ ക്ഷേമപ്രവർത്തന ഭാഗം. ഇതുപോലുള്ള പരിപാടികൾക്കാണ് നമ്മുടെ ഗവൺമെൻറ് വിവിധ പരിപാടികൾ കൊടുക്കുന്നത്. ഒപ്പം പ്രമുഖമായ വികസന പ്രവർത്തനങ്ങളുണ്ട്, സാമൂഹ്യ ക്ഷേമപ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, നിരവധി കാര്യങ്ങളാണ്. അതുപോലെ പലപ്പോഴും ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ കേരളത്തിന് കിട്ടുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം, ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം, വർഗീയ ലഹളകൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രമസമാധാന പരിപാലനത്തിൽ ഒന്നാം സ്ഥാനം, ഇങ്ങനെയുള്ള നിരവധി മേഖലകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ, സുമനസ്സുകളായ നാട്ടുകാർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയ എല്ലാവരുടെയും സ്രോതസ്സുകൾ സഹായിച്ചുകൊണ്ടാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രമീള, KB. പ്രസീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പങ്കജാഷൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിംന തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് മിഷനിലെ 73 പേർക്കും PMAY ലിസ്റ്റിലെ 23 പേർക്കുമായി ആകെ 96 പേർക്കാണ് പഞ്ചായത്ത് പരിധിയിൽ വീട് വെച്ച് നൽകിയത്. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.